എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 2025 ജനുവരി 1-ാം തീയതിയാണ്. അപ്പം ഈ ഒരു വർഷം നമുക്ക് അത്യാവശ്യം നല്ല നല്ല വീഡിയോസുകൾ എടുക്കണം എന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മലങ്കാറ്റ് എന്ന് പറയുന്നൊരു കാറ്റുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഡിസംബർ മാസം മുതലൊരു മാർച്ച് മാസത്തിനകത്താണ് ഈ ഒരു കാറ്റ് വീശുന്നത്. അത് എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പം ഇന്നലെ ജനുവരി 1-ാം തീയതി എല്ലാവരും വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂ ഇയറൊക്കെ ആയിട്ട് സെലിബ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലുള്ളവർക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അത്രത്തോളം കാറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പിറ്റേ ദിവസം 31-ാം തീയതി രാത്രിയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. പിറ്റേ ദിവസം എണീറ്റ് നോക്കിയപ്പോൾ തന്നെ വീടിൻ്റെ അവിടെയുള്ള ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ നശിച്ചു. വീട്ടിന് താഴെയുള്ള ഒരുപാട് കൃഷിയിടങ്ങൾ നശിച്ചു. പിന്നെ വീടിൻ്റെ അടുത്ത് കൊച്ചിൻ്റെ വീട്, പിന്നെ അടുത്തിന് ആരുടെയൊക്കെ വീടാണ് കാറ്റിൽ മരങ്ങളൊക്കെ വീണിട്ട് പോയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ ഈ ഒരു കാറ്റിൽ, മലങ്കാറ്റിൽ നമ്മുടെ നാട്ടിലുണ്ടായി. എല്ലാ വർഷവും ഈ കാറ്റ് വരുമ്പം ഇത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇതുവരേക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ട്രൈബലിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ളൊരു മെസ്സേജോ ഒന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ KSEBിയുടെ ക്യാബിളൊക്കെ ഒരുപാട് അറ്റത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ഇയർ പോകുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വലിയൊരു പ്രശ്നത്തിലാണ് നമ്മളുള്ളത്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മലങ്കാറ്റ് വന്നിട്ട് എൻ്റെ നാട്ടിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു മലങ്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2025 നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളിലോട്ട് ചിലപ്പം എത്തണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മലയിൽ നിന്നൊക്കെ ഒരു കാറ്റ് വരും കേട്ടോ. ഭയങ്കര ശക്തിയേറിയ കാറ്റാണ്. നമ്മളെ തന്നെ എടുത്തുകൊണ്ട് പോകും. അത്തരത്തിലുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് അടിക്കുന്നത്. അപ്പം താഴെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ എടുത്തുകൊണ്ട് പോയി. രാവിലെ പറന്നു പോകാത്ത ഭാഗ്യം. ഇവിടെ വീണ് കിടക്കുന്നതാണ് കേട്ടോ. ഓരോ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. എന്ത് വലിയ മരങ്ങളാണെന്നറിയാമോ വീണ് കിടക്കുന്നത്. കാറ്റുണ്ടായി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നഷ്ടങ്ങളെന്ന് പറയുന്നത് ഈ കാണുന്നതുണ്ട്. ഇതൊക്കെ കുരുമുളകൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പറിച്ചെടുക്കേണ്ട പരുവമൊന്നും ആയിട്ടില്ല. ഇതിനകത്ത് കിടക്കുന്ന കുരുമുളക്. അപ്പോൾ ഇങ്ങനെയുള്ള കുരുമുളക് ഇത് പരുവം ആവുന്നതിന് മുമ്പ് തന്നെ കാറ്റ് തൊഴിച്ച് മൂട്ടിലിടും. അപ്പം അങ്ങനെ ഈ ഒരു കുരുമുളക് നമുക്ക് എടുത്തുകൊണ്ട് കടയിൽ കൊടുത്താൽ തന്നെ അധികം വിലയൊന്നും കിട്ടില്ല കേട്ടോ. അതാണ്ട് ഇതിനകത്തുള്ള മുളകെല്ലാം തറയിൽ നിന്നിട്ടുണ്ട്. അതുപോലെ വിളഞ്ഞ് പഴുക്കാത്ത പാക്കുകൾ, അതായത് അടയ്ക്കകൾ ഒക്കെ താഴെ വീഴും കേട്ടോ. അപ്പോൾ ഒറ്റ അടയ്ക്കകളും ഇല്ല, പച്ച അടക്കം താഴെ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇനി ഞാനിപ്പോൾ നമ്മുടെ തോട്ടിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളൊക്കെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഊരുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പുളിമരം നിൽപ്പുണ്ട് കേട്ടോ. അതിലെ പുളിയെല്ലാം കൊഴിഞ്ഞ് മൂട്ടിൽ വീണു. മൊത്തം കാറ്റടിച്ചിട്ട് കണ്ട, ഇത് കണ്ട, മൊത്തം കൊഴിച്ചിട്ടിരിക്കുകയാണ്. ഇതല്ലാതെ ഇവിടെയല്ല, ഇന്നലെ രാത്രി ഒട്ടുക്കത്തെ കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു മരം കണ്ട, ഇത് ഇന്നലെ രാത്രി പൊട്ടി വീണ്. അത് പൊട്ടി വീണിട്ട് എൻ്റെ കൊച്ചിൻ്റെയൊക്കെ വീടാണ്. ആ വീട് മൊത്തത്തിലും ഇടിഞ്ഞു പോയി കണ്ട. മരം വീണിട്ട് കണ്ട, മൊത്തം ഈ വീട് മൊത്തം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പോയി. അതിൻ്റെ കട്ടകളും അകത്തെ റൂമുകളും ഒക്കെ, ഓട് ആസ്പെറ്റാസും ഒക്കെ പൊട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ മുകളിൽ എൻ്റെ വീടാണ്. അവിടെ പറയത്തക്ക നാശനഷ്ടങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് വാഴയും കവുങ്ങ് അങ്ങനത്തെ മരങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ സൈഡ് കണ്ട മൊത്തം പൊട്ടിപ്പോയി കേട്ടാ ഇന്നലത്തെ ഈ ഒരു കാറ്റിന്. കണ്ട, ഇതൊരു മണ്ണ് കെട്ടിയ വീടാണ്. അപ്പം മണ്ണ് കെട്ടിയ വീടാണെങ്കിൽ തന്നെ ഇത്രയും വലിയ റബ്ബർ, വീട്ടിനടുത്ത് നിന്ന് റബ്ബറാണ്. ആ റബ്ബർ വന്ന് വീണപ്പോൾ തന്നെ വീടിൻ്റെ ഭൂരിഭാഗവും പൊളിഞ്ഞു പോയി. താഴെ ഓടെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പം പിന്നെ ഇപ്പുറത്ത് നമ്മുടെ അമ്മൂമ്മയുടെ വീടാണ്. അപ്പോൾ ഇവിടെ പറയത്തക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ പുതിയതായിട്ട് വെച്ചൊരു കോഴിക്കൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയത്തക്ക ഇതിനൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാക്കുണ്ടല്ലോ, അടയ്ക്ക മരത്തിലെ പാക്കെല്ലാം, വിളയാത്ത പാക്കെല്ലാം മൂട്ടി കിടക്കുകയാണ്. പിന്നെ മുമ്പിൽ ഇവിടെ കണ്ട, ഇവിടെ ഒരു നമ്മുടെ ഒരു പ്ലാവിൻ്റെ കൊമ്പാണ്. അപ്പം ഇത് വീണ് കിടക്കുകയാണ്. ഭാഗ്യത്തിന് ആളഭയം അങ്ങനെ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം റോഡിലും ഒക്കെ മരങ്ങളും ഒക്കെ വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീട്ടിൻ്റെ ഇവിടെ പറയത്തൊക്കെ ഇത്രയും കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. ഒരു വീട് എന്തായാലും അത് പൂർണ്ണമായിട്ടും നശിച്ചു പോയി. അത് കൊച്ചിൻ്റെയൊക്കെ വീടാണ്.
അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള വീടുകളുടെ അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അതാ ഇവിടെ കണ്ട, ഇവിടെ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള മാമിയുടെയൊക്കെ വീടാണ്. അപ്പോൾ അതും ടാർപ്പാണ്ട, ഇതും വൻ കാറ്റടിച്ചിട്ട് ഇതെല്ലാം വളരെ കുളമായി. ഇതിനകത്തുള്ള കമ്പുകളൊക്കെ പൊട്ടി ഇതിപ്പം മറ്റേ ഒരു കൂടാരം പോലെ എല്ലാം ഇങ്ങനെ വളരെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മാമിയുടെയൊക്കെ കൃഷി വിളകളൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഞാൻ കാണിച്ചില്ല. ഈ തൊട്ട് താഴെയാണ് ഒരുപാട് വാഴ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി ഏട്ടാ. നീ സ്കൂളിൽ പോകാത്ത എന്തിന്? അങ്ങനെ പോകാത്ത ഇത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കുട്ടികളാണേ. ഇന്നലെ കാറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? ഭയങ്കര കാറ്റായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നടാ പോപ്പ കാറ്റ്? കാറ്റ് 3 കാറ്റാ. ഭയങ്കര കാറ്റായിരുന്നു ഏട്ടാ. ഇവരെ അമ്മൂമ്മേൻ്റെ വീടാണ് ഇതാ ഈ കാണുന്നത്. അതെല്ലാം കാറ്റടിച്ച് ഇതാ കുളമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി താഴോട്ട് എവിടെയെങ്കിലും കൃഷി നിങ്ങളെ വാഴയുള്ള എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചാ കാറ്റ്? എവിടെ? താഴെയില്ലേ? ഞാൻ പോയി നോക്കിയിട്ട് വരട്ടാ അത്. ഓക്കെ. അപ്പോൾ എന്തായാലും ചിപ്പിയിലെ ആ ഒരു കാറ്റടിച്ച് കിടക്കണ ആ ഒരു സ്ഥലത്തേക്ക് പോകാം. കാറ്റടിച്ച് ഒരുപാട് വാഴയൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നിവർന്ന് നിന്ന വാഴകളാണ്. അപ്പോൾ ഇതെല്ലാം കാറ്റടിച്ച് താഴെ കിടക്കുന്നത്. അതായത് നമ്മുടെ നാച്ചിയാർ മോട്ട അങ്ങ് ടോപ്പിൽ കാണുന്നുണ്ട്. ആ നാച്ചിയാർ മോട്ടയിൽ മരങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവിടെ നിന്നൊക്കെ അടിക്കുന്ന കാറ്റ്, അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അടിക്കുന്ന കാറ്റ് നേരെ വന്ന് പതിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ പൊത്തോട്. അതുപോലെ ഇതിന് താഴെ കുറച്ച് ഊരുകളുണ്ട്. പൊടിയം എന്ന് പറയുന്ന ഊരുകൾക്ക് കുറച്ച് മുകളിലോട്ടുള്ള ഊരുകളുണ്ട് കേട്ടോ. ആ ഒരു ഊരിലൊക്കെയാണ് ഈ കാറ്റ് വന്ന് പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാറ്റ് ഇത്ര ശക്തിക്ക് വ്യാപിച്ച് നമ്മുടെ മേഖലയിലേക്ക് ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു മാവ്, പിന്നെ കണ്ട ഇപ്പം അടിക്കുന്ന കാറ്റ് കണ്ട, ഒടുക്കത്തെ കാറ്റ് കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ ഒരുപാട് വാഴ കൃഷി ഇവിടെയൊക്കെ കണ്ട. ഇവിടുത്തെ നമ്മളെ വീട്ടിൻ്റെ താഴെയുള്ള മാമിയുടെയാണ് വാഴ കൃഷികളെല്ലാം പോയി കേട്ടോ. ഒന്നും പറയാനില്ല, സംഭവം എല്ലാം പോയി വാഴ കൃഷി. ഇവിടെ കണ്ട എല്ലാം മൂടോടെ മുളിർന്നാണ് വീണിരിക്കുന്നത്. കാറ്റ് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇതും ഇന്നലത്തെ കാറ്റിന് സംഭവിച്ചതാണ്. ഒരുപാട് വാഴ കൃഷികളെല്ലാം നശിച്ചുപോയി. ഇവിടുത്തെ മാമിയുടെയൊക്കെ കൃഷിയിടമാണ് കേട്ടോ. മൊത്തം കാറ്റടിച്ച് മൊത്തം നശിപ്പിച്ച്. ഒരു വാഴക്കന്ന് പോലും ഇല്ല, വളരെ ചെറിയ വാഴക്കന്നുകൾ മാത്രമേ ഉള്ളൂ. നല്ല വിലപിടിപ്പുള്ള കിടക്കുന്നത് കപ്പ വാഴ. എന്ത് വലിയ വാഴയാണെന്ന് നോക്കിയാൽ. അത് കണ്ട, വലിയ കപ്പ വാഴ. അത് തന്നെ മറിഞ്ഞിവിടെ കിടക്കുകയാണ്. മറിഞ്ഞ് നല്ല കൊല കിട്ടേണ്ട വാഴകളാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് വാഴകൾ ഇവിടെ ഇത്രയും ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന എല്ലാ വാഴകളും. ഇനി ആകെ 5-6 വാഴകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനി അടുത്ത കാറ്റടിക്കുമ്പോൾ നിൽക്കുമോ ഇല്ലയെന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം ഒരുപാട് വാഴകൾ, ഒരു 10-30ഓളം വാഴകൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ വീണിട്ടുണ്ട്. മൊത്തം കാറ്റ് കൊണ്ടുപോയി കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം ഇന്നലത്തെ കാറ്റിൽ ഒരുപാട് കൃഷികളൊക്കെ നശിപ്പിച്ചത്. ഈ മാമീൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മേളിലോട്ട് കുറച്ച് വീടുകളുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നാച്ചിയാർ മോട്ടയിൽ ഒടുക്കത്തെ കാറ്റായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ നാശനഷ്ടമൊക്കെ നമ്മളിങ്ങോട്ട് ഉണ്ടാകുന്നത്. ഇപ്പുറത്ത് സ്കൂളിൻ്റെ ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വഴിക്കൊന്നും വലിയ പ്രശ്നമില്ല, മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കൊമ്പൊന്നുമില്ല കേട്ടോ ഈ ഒരു സൈഡിലൊന്നും. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ പറയാൻ കണക്കിന് ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല. ഇനി നമ്മുടെ അപ്പുറത്ത് മറ്റേ ഏറുമാടമൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തോട്ട് പോയി നോക്കണം. കേൾക്കാൻ പറ്റണമെന്നുണ്ടെന്ന് അറിയത്തില്ല, അത്രത്തോളം കാറ്റാണ് അടിക്കുന്ന കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ ഒരു കൊമ്പ് വീണ് കിടക്കണം. വേണ്ട, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ കണ്ട, ഇവിടെ ഒരു കൂടാണ്, ആട്ടിൻകൂട്. അതൊക്കെ കാറ്റ് കൊണ്ടുപോയി. അടിക്കണ കാറ്റ് കണ്ട. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ളൊരു വീടാണേ. ആ മാമിയുടെയൊക്കെ വീട്ടിൻ്റെ അവിടെ കണ്ട, ഇവിടെ വാഴകൾ, അവിടെ വാഴകൾ, ഇവിടെയും വാഴകൾ ഒക്കെ പോയി കേട്ടോ. കണ്ട, അവിടെ എല്ലാം വാഴകൾ അടിച്ച് ഒരുപാട് നശിപ്പിച്ച്. ഇനി നമുക്കിവിടെ ഒരു കൃഷിവിളയുണ്ട്, നമ്മുടെ കപ്പയൊക്കെ നട്ടിക്കുന്ന കൃഷിവിള. ഇത് കുറേ ഇപ്പുറമാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് കറങ്ങി സ്കൂളിൻ്റെ ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം വഴിക്കൊന്നും വലിയ പ്രശ്നമില്ല, എന്നാലും വിറകിഷ്ടം പോലെ കിടക്കുന്നുണ്ട് വഴിയിലൊക്കെ. പക്ഷേ എന്നാലും ഇവിടെ നമുക്കൊരു കൃഷിവിളയുണ്ട്. നമ്മുടെ ഒരു വിള എവിടെയാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല.
എന്തായാലും പോയി നോക്കണം. അന്ന് കേട്ടോ ഞങ്ങളുടെ വിള പറയാൻ കണക്കിന് വേറെ പ്രശ്നങ്ങളൊന്നും ഭാഗ്യത്തിനുണ്ടായില്ല. റബ്ബറും കവുങ്ങൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് നട്ടിരിക്കുന്നത്. പിന്നെ കപ്പയുണ്ട്, പിന്നെ അപ്പുറത്തൊരു ഏറുമാടമുണ്ട്. ഞാൻ വിചാരിച്ചു അതൊക്കെ പോയി കാണുമെന്ന്. ഭാഗ്യത്തിന് അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ കോലഞ്ചി ഉണ്ടല്ലോ, കോലഞ്ചി ഇങ്ങനെ ചായച്ചുകാരി ഇട്ടിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഏർമാടത്തിൻ്റെ അങ്ങോട്ട് പോയി. ഇവിടെ കുറച്ച് കപ്പ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു വിളയാണ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ മൊത്തം മുളിർന്നു പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിനൊന്നും പോയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഏറുമാടമുണ്ട്, നമ്മൾ കിടക്കാനൊക്കെ ഒരു ഏറുമാടം. അതും ഭാഗ്യത്തിന് ഇവിടെ കാറ്റടിച്ച് അതൊന്നും ചെയ്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഏറുമാടം. ഇത് ദൈവഭാഗ്യമെന്ന് പറയാം, ഇതൊന്നും ചെയ്തില്ല. ഇതാ അങ്ങോട്ടുള്ള മലകളുടെ ഇതൊക്കെ കണ്ടാലറിയാം. ഇപ്പം ചെറിയ കാറ്റാണ് ഇപ്പോൾ അടിക്കുന്നത്. ഇതിൻ്റെ ഇരട്ടിക്കുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ അടിക്കുന്നത്. ഇപ്പം ഭാഗ്യത്തിന് ഏറുമാടമൊന്നും ചെയ്തില്ല. അപ്പം എന്തായാലും നമുക്കിനി തിരിച്ചു പോയിട്ട് ഇനി ബാക്കി വീടിൻ്റെയൊക്കെ സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ബാക്കി നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തൊക്കെ ഉള്ള വീടുകൾ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ കാട്ടിലും കൂടിയ കാറ്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വാഴകളൊക്കെ മാത്രമാണ് ഇങ്ങനെ കാറ്റടിച്ച് പോയതും, അതുപോലെ വീടിന് താഴെയൊക്കെ അത്യാവശ്യം കുറച്ച് വാഴകളൊക്കെ മാത്രമാണ് പോയത്. പക്ഷേ ഇത്രയും വലിയ വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ മരങ്ങൾ വീണതും അല്ലെങ്കിൽ ഒരുപാട് വാഴകളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചത് ഈ വർഷമാണ്. അതും ഇന്നലെ ഒറ്റ ദിവസം രാത്രിയുള്ള കാറ്റിനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചത് ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ആയിട്ട് പിള്ളേരെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലൊരു പ്ലാന്. പക്ഷേ അതൊന്നും നടന്നില്ല. അതിന് പകരം നമുക്ക് വലിയൊരു പണി തന്നെ നമ്മുടെ കാറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2025 പുതുവർഷത്തെ വീഡിയോ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ വിചാരിച്ച ഒരാളല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചിൻ്റെയും കുഞ്ഞമ്മേൻ്റെ വീടൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അല്ല, അവിടുത്തെ കാറ്റ് നശിപ്പിച്ച അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതായിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ കൃത്യമായിട്ടൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ കാറ്റ് മൂലം ഒരുപാട് കൃഷിനാശങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് വനം വകുപ്പും അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ധനസഹായങ്ങൾ നൽകേണ്ടതൊക്കെ. പക്ഷേ ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ പല അപേക്ഷകൾ കൊടുത്താൽ തന്നെ ഒരു വാഴയ്ക്ക് പോലുമുള്ള, ഒരു വാഴ കാറ്റടിച്ച് നശിച്ചതിന് പോലുമുള്ള ഒരു നഷ്ടപരിഹാരം പോലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, ട്രൈബലിൻ്റെ ഭാഗത്തുനിന്ന്, വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ഉറപ്പായും വീഡിയോ കണ്ട് ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ അധികാരി വർഗ്ഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇവിടെ നമ്മുടെ ഒരു കൊച്ചിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവരെ വീട്ടിൻ്റെ ഇവിടെ അവരുടെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഇന്നലത്തെ കാറ്റിൽ ഭയങ്കരമായിട്ട് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ പുതിയതായിട്ട് വെച്ചിട്ടുള്ള കുറേ മരിച്ചിനി കപ്പ കൃഷികളെല്ലാം പോയി കേട്ടോ. ഈ കപ്പയുണ്ട് അതെല്ലാം മൂടോടെ പോയി കേട്ടോ. മൂടോടെ ഇങ്ങനെ പുഴുതുപോയി. ഒരുപാട് കപ്പയുണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ മൂടോടെ പുഴുതുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇവിടെ കുറേ വാഴ ഉണ്ടായിരുന്നുണ്ടോ, വാഴയുണ്ട് കിടക്കുന്നുണ്ടോ വാഴ. ഈ വാഴ കൃഷിയും അതെല്ലാം നശിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതൊക്കെ ഉണ്ടോ മൊത്തം പോയി. ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ താഴെ കാണിച്ചതുപോലെ തന്നെയാണ്. ഇവിടെ കണ്ടോ, ഇവിടെയും ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന വാഴ മൊത്തം പോയി. പിന്നെ ചെറിയ ചെറിയ വാഴ കുഞ്ഞു കുഞ്ഞു വാഴയുടെ തൈകൾ മാത്രമേ ഉള്ളൂ. വലിയ കായ്ക്കാനായിട്ട് കൊലയാവാനായിട്ട് നിന്ന വാഴക്കന്നുകളൊക്കെ പോയി കേട്ടോ. അത് കണ്ട മൊത്തം പോയി കിടക്കണം. ഇത് കണ്ട ഓരോ വാഴകൾ ഒടിഞ്ഞു പോയത്. ഈ ഒരു ഭാഗത്ത് കണ്ട ഇതെല്ലാം ഇന്നലെ കാറ്റടിച്ച് ചാഴ്ചയാണ്. ആ തറയിലും വാഴ നല്ല ഒടിഞ്ഞ് കിടക്കുന്നത്, മുളർന്ന് വീണല്ല അല്ലാതെ ഒടിഞ്ഞ് ആ ഒരു ഭാഗത്തൊക്കെയും കിടക്കുന്നുണ്ട് കേട്ടോ വാഴകൾ. ഇപ്പോൾ അത്യാവശ്യം കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ കാറ്റടിച്ച് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വാഴയൊക്കെ ഒടിഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ കെട്ടിയിടണം കേട്ടോ. ഡ്രസ്സൊക്കെ കെട്ടിയിട്ടാലേ നിൽക്കുള്ളൂ. അവിടെ കെട്ടിയിട്ടതാണ് അത്, പക്ഷേ എല്ലാം എടുത്തുകൊണ്ട് പോകും. ഡ്രസ്സൊക്കെ ഇതുപോലെ നമ്മൾ കെട്ടിയിട്ടാലേ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മൊത്തം കാറ്റടിച്ചെടുത്തുകൊണ്ട് പോകും കേട്ടോ. അതാണ് അവസ്ഥ. ഇത് നമ്മുടെ സുനിലിൻ്റെ വീടാണ്. സുനിലിൻ്റെ വീടിൻ്റെ ഭാഗത്ത് രാവിലെ കാറ്റടിച്ച് അവരെ വീടെല്ലാം കുളമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ എടുത്തുകൊണ്ട് പോയി കണ്ട ഈ ഭാഗത്തല്ല. എന്താ നമ്മുടെ വീടിൻ്റെ ആ ഭാഗം എല്ലാം കവർ ചെയ്ത് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് താഴേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടാണിപ്പാറ, പ്ലാവിള, കുന്നത്തേരി, പാറ്റമ്പാറ, അങ്ങനെ ഒരുപാട് ഊരുകളുണ്ട്.
അപ്പോൾ ഇവിടെയെല്ലാം കാറ്റ് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ എന്തായാലും ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മളിത് ആ പട്ടാണിപ്പാറയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും കാറ്റായിട്ട് വീടുകളൊക്കെ മിക്കത് നശിച്ചു പോയിട്ടുള്ളത് പോലെയൊക്കെ തോന്നും. വണ്ടി തന്നെ പോകണില്ല, അതാണ് അവസ്ഥ. അപ്പോൾ വേറെ ഒന്നുമില്ല, കാറ്റ് വണ്ടിയെ കൊണ്ടുപോവുകയാണ്. നമ്മളിതാ മണ്ണാങ്ങോളിലെത്തി കേട്ടോ. നമുക്കെന്തായാലും മണ്ണാങ്ങോണിൽ നിന്ന് പ്ലാവള റൂട്ട് കുറച്ച് കയറി നോക്കാം, കാറ്റിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന്. മൊത്തത്തെ ഗട്ടർ പിടിച്ച റോഡാണ്, കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ വണ്ടീനെ തന്നെ തള്ളിയിടാൻ സാധ്യതയുണ്ട്, കാരണം അത്രയ്ക്കാണ് കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കയറി കേട്ടോ, അങ്ങനെ കയറി. ഒടുക്കത്തെ കാറ്റെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാറ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കാറ്റിലപ്പുറം അത്രത്തോളം വലിയ കാറ്റാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ദുരന്തമായിട്ടുള്ള അല്ലെങ്കിൽ ദുരിതമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. ഈ വഴിയിലുണ്ടായി പച്ചയരിച്ച് കിടക്കുന്നത്, ഇതെല്ലാം ഈ കാറ്റ് വന്നിട്ട് വീണതാണേ. എൻ്റെ തൊണ്ട വയ്യ കേട്ടോ, എൻ്റെ തൊണ്ടയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് തൊണ്ട പോണത്. എന്നിട്ടും നമ്മൾ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പ്ലാവളയിലേക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മളവിടുത്തെ അത്രയും കാറ്റ് ബാധിച്ചില്ലെന്നാണ് തോന്നുന്നത് ഈ ഭാഗത്തേക്കൊക്കെ. എല്ലാം നമുക്ക് നോക്കി നോക്കാം. ശരിക്കും കുറഞ്ഞു നിൽക്കുവാണ്, പക്ഷെ ഇതിലും വലിയ കാറ്റ് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കറക്കം കറങ്ങി നോക്കാം. ഇറക്കം കേട്ടോ ഇവിടെ.
കാര്യങ്ങളൊന്നുമില്ല. കാറ്റുണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളെ പൊത്തോട് ആ സ്ഥലത്തൊന്നും അടിച്ചതിൻ്റെ അത്ര ഒരു കാറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് പ്ലാവിളയിലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് പൊടിയമാണ്. പൊടിയം കഴിഞ്ഞാൽ പിന്നെ കമലകം, പിന്നെ അങ്ങനെ കൊമ്പിടിയുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. മിക്ക ഏരിയകളിലും യാത്ര ചെയ്ത് പോയി. മാക്സിമം ഭയങ്കര കാറ്റാണ്, അപ്പോൾ കൂടുതൽ യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനങ്ങനെ പ്ലാവിള, കുന്നത്തേരി, പിന്നെ നമ്മുടെ മണ്ണാംകുണം ഈ ഒരു ഭാഗത്തൊക്കെ പോയി. അപ്പം അങ്ങോട്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മളെ പൊത്തോട് അത്യാവശ്യം ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ നശിച്ചതായിട്ട് കണ്ടു. അതുപോലെ നമ്മൾ പ്ലാവിള അങ്ങോട്ടൊന്നും പോയപ്പോഴേ അത്രയ്ക്കും ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട്. വേറൊന്നുമല്ല, എനിക്ക് തൊണ്ടയൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് സൗണ്ടൊന്നും നേരെയല്ല, സൗണ്ടൊക്കെ വേറെ ഏതോ തരത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ എന്നിട്ട് വന്ന് നിൽക്കുന്നത് മുക്കുച്ചിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണേ. അപ്പോൾ ഇവിടെ എൻ്റെ മുഖം കാണുന്നില്ല, ഞാൻ തൊപ്പി വെച്ചിരിക്കുന്നുണ്ടാണേ. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മുടിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ക്യാപ്പ് യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ഊരുകളിലൊന്നും ഇന്ന ദിവസം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ന്യൂ ഇയർ ആയിട്ട് ഇന്നത്തെ ദിവസം തന്നെ ഫുള്ള് കാറ്റും ഒരുപാട് കൃഷിനാശങ്ങളും ഒക്കെയാണ് നമ്മുടെ പുതിയ വീഡിയോയിൽ കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം നമുക്കറിയാം, പല ഊരുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴേ പല പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാറ്റാണ്. അപ്പം ഇതുവരെ ശരിക്കും ഞാൻ പറയാമല്ലോ, ഇത്രയും നമ്മുടെ ഊരിലൊക്കെ ഒരു വീട് പോയി. അപ്പോൾ നമ്മൾ രാവിലെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരും നമ്മളെ ഇത്തരം കാര്യങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തോ അങ്ങനെ ആരും ഇത്തരം കാര്യങ്ങളൊന്നും വന്ന് തിരിഞ്ഞു നോക്കാറില്ല. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മളെ വീഡിയോയിലൂടെ നമ്മളെ വീഡിയോ കാണുന്ന ഓരോ സുഹൃത്തുക്കളും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊന്ന് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ നാങ്കോട് മുക്കുച്ചിക്കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മളങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വെറൈറ്റി എപ്പിസോഡുകളാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 2025 തുടക്കം എന്ന് പറയുന്നത് ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസം പോലെയാണ്. കാരണം ഇത് പല ന്യൂ ഇയർ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കൃഷിയിടങ്ങൾ ഇങ്ങനെയൊക്കെ നശിപ്പിച്ച ഒരു സിറ്റുവേഷനുള്ളൊരു ന്യൂ ഇയർ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ മുക്കുച്ചിക്കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കാറ്റടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഊരുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്, യാത്രകളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഊരുകളിലേക്കുള്ള യാത്രകളുടെ വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.